ഹായ്, ഇത് ഞാൻ റീസെൻ്റായിട്ട് മൂന്നാറിലോട്ട് പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. ജസ്റ്റ് മൂന്നാറിൻ്റെ അവിടെയൊക്കെ കണ്ട് ഒരു ദിവസം സ്റ്റേ അടിച്ച് തിരിച്ച് വരാനുള്ള പ്ലാനിൽ പോയ ട്രിപ്പാണിത്. മൂന്നാറിൽ ഇപ്പോൾ റീലുകളിലൊക്കെ വളരെയധികം ഫേമസ് ആയിരിക്കുന്ന ആ ഒരു വയലറ്റ് കളർ വാഗയില്ലേ, അത് കാണാനാണ് ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത്. ഈ വയലറ്റ് കളർ വാഗ എന്ന് ഞാൻ വിളിച്ചപ്പോഴത്തേക്കും വൈഫ് അതിനെന്തോ പറയുന്നുണ്ടായിരുന്നു. അതിന് വേറെ എന്തോ പേരുണ്ട്, ജക്കാർട്ടാന്നോ അങ്ങനെ എന്തോ ആണ് അതിനെ പറയുന്നത്. എനിക്കതറിയില്ല. എനിക്കത് വയലറ്റ് കളർ വാഗയാണ്. മൂന്നാറിലോട്ട് പോകുന്ന ആ ഗ്യാപ്പ് റോഡ് വഴി പോകുന്ന വഴികളിലെല്ലാം ഈ വാഗ പൂത്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഗ്യാപ്പ് റോഡിലൊക്കെ ചെന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളുടെ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിലോട്ട് നേരെ പോയായിരുന്നു. വൈസ്രോയി ലക്ഷറി റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഞങ്ങളുടെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ അടുത്തായിട്ട് മൂന്നാറിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പുതിയ റിസോർട്ടാണ് വൈസ്രോയി ലക്ഷറി റിസോർട്ട് ആൻഡ് സ്പാ. നല്ല അടിപൊളി ആംബിയൻസിൽ ഞങ്ങളവിടെ അവരുടെ ചെക്കിങ് പ്രോഗ്രാമൊക്കെ വേഗം ഫാസ്റ്റായിട്ട് തീർത്തിട്ട് ഞങ്ങളുടെ ബുക്ക് ചെയ്തിരിക്കുന്ന കോട്ടേജിലോട്ട് നേരെ പോയിരുന്നു. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കോട്ടേജ്. സ്റ്റോൺ കോട്ടേജ് എന്ന് പറയുന്ന ഒരു 3 കോട്ടേജുകൾ അവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ സ്യൂട്ട് റൂംസും മറ്റും കാര്യങ്ങളായിട്ട് മെയിൻ ബിൽഡിങ്ങിലും ഉണ്ട്. അപ്പോൾ ഇത് ഇത്തിരി മാറി ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ പോലത്തെ ഒരു ഏരിയയിലാണ് ഈ ഒരു റൂം വരുന്നത്. അവിടെയാണ് ഞങ്ങളുടെ സ്റ്റേ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ വന്ന് റൂമിലോട്ട് കയറിയിട്ട് ഇതാണ് ഞങ്ങളുടെ റൂം നല്ല കോംഫി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയറും അതുപോലെ തന്നെ അത്യാവശ്യത്തിന് വേണ്ട എല്ലാ അമ്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം ഒരു മിനി ബാറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി റൂമായിരുന്നു ഇത്. നല്ല രീതിക്കുള്ളൊരു ഡ്രസ്സിങ് ഏരിയയും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു വാഷ്റൂമും കാര്യങ്ങളും റെസ്റ്റ് റൂമൊക്കെ അടിപൊളിയായിരുന്നു. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നല്ല രീതിക്ക് വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് സൺസെറ്റൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിക്കുള്ള വ്യൂ പോയിൻ്റ്, അതായത് ഇവരുടെ മുകളിൽ ഒരു കഫറ്റീരിയ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ആ കഫറ്റീരിയയിൽ ഇരുന്ന് നല്ല രീതിക്ക് നല്ല കിടിലൻ വ്യൂ കിട്ടും. അപ്പോൾ സൺസെറ്റിനൊക്കെ സമയത്ത് ചായ കുടിക്കാനൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായിട്ട് നേരെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇവരുടെ കഫറ്റീരിയ ഏരിയയിൽ പോയി. അവിടെ അടിപൊളിയായിരുന്നു. നല്ല രീതിക്ക് ഇത് കണ്ടോ, ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസൊക്കെ കണ്ട് നല്ലൊരു കിടിലൻ ചായയൊക്കെ കുടിച്ച് റൂമിൽ പോയി കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവരുടെ ഇൻഡോർ ഗെയിംസ് കളിക്കുന്ന ഏരിയയിലോട്ടാണ് പോയത്. ഇൻഡോർ ഗെയിംസ് എന്ന് പറയുമ്പോൾ അവർ കുറച്ചധികം അത് ഫ്രണ്ട്സും ഫാമിലിയോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ അവർക്കൊന്ന് എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു ഇൻഡോർ ഗെയിംസും അതുപോലെ തന്നെ ഒരു ജിമ്മും ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബില്ലിയാർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ് ഉണ്ട്, പിന്നെ ക്യാരം ബോർഡ്സ് ഉണ്ട്, ചെസ്സ് കളിക്കാം. പിന്നെ ഈ പ്രോപ്പർട്ടിയിൽ ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്. നല്ലപോലെ ഒരു സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ കഫറ്റീരിയയിലല്ല പോയത്, ഞങ്ങൾ റൂമിലോട്ട് ഓർഡർ ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. കഫറ്റീരിയയിലാണെങ്കിൽ ബുഫേയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തില്ല. 950+ GST ആണ് ഒരു പെർ ഹെഡ് ഫുഡിന് അവിടെ ഒരാളുടെ ബുഫേ റേറ്റ് വരുന്നത്. അലാക്കാട്ടയിലാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതാണെങ്കിലും അത്യാവശ്യത്തിന് ഒരു വിധം എക്സ്പെൻസീവ് ആണ്. ഏകദേശം 350 to 400 rupees പെർ ഡിഷിന് അവിടെ കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ മെയിൻ ഒരു ഐറ്റം പിറ്റേ ദിവസം ഞങ്ങൾക്ക് കിട്ടിയ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് ആക്ച്വലി വർത്തായിരുന്നു. കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. കുറേ അധികം ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഐറ്റംസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറേയധികം വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പിന്നെയും രാവിലെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടൊന്ന് നീന്തി നല്ലപോലെ ഒന്ന് സ്വിമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് പിന്നെ അവിടുത്തെ തൊട്ടടുത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുമായിരുന്നു. ഈ സ്റ്റേക്ക് ആക്ച്വലി ഞങ്ങൾക്ക് അവിടെ വന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 6000+ ടാക്സ് ആയിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്തത് അഗോഡ ആപ്പ് വഴിയായിരുന്നു. അല്ലാണ്ട് ഡയറക്റ്റായിട്ടും വിളിച്ച് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.